PC ജോർജ് രക്ഷപ്പെടുവാന്ന ചരിത്രം ഇത്രയും ഒരു ദരിദ്രവാസിയും നിലപാടില്ലാത്തതിനും കുറച്ചോളം എന്റെ ചെവിയിൽ ഒഴുക്കി. എന്റെ ചെവിയും ചെഞ്ചിതാറി. ചെവി മാത്രമല്ലടാ, നീ മൊത്തം അറിയാം. പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പം പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് PC ജോർജ്. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ മതി. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചത്, കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം. ഞാൻ ഇതുപോലെ അങ്ങോട്ട് പറ്റേ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അവസാനം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കുറെ നാളെ അവന്റെ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട് ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. പിന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. മാണിസാറിനെ ആ പാവത്തിന് ഇരുത്തിക്കൊണ്ട് എന്തുമാത്രം വൃത്തിയോടാണ് പറഞ്ഞത്. നേരല്ലേ അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. അങ്ങനെ ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്ത് കെട്ടി വന്നു. പിന്നെ മന്ത്രിയെ നമുക്ക് നാളെ ആവശ്യമുണ്ട്. നിങ്ങളങ്ങനെയല്ലല്ലോ. നിന്റെ കാര്യത്തിൽ തീരുമാനം. അവസാനം ഇപ്പോ ലയിക്കാനായിട്ട് LDF ഇറ്റുന്നു, UDF ഇറ്റുന്നു. ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. അങ്ങനെ ചെല്ലാനൊരു സ്ഥലവുമില്ല. ആർക്കും അദ്ദേഹത്തിന് വേണ്ടാന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളി പറഞ്ഞിട്ട് BJP ചെന്നു. എനിക്കറിയാമല്ലോ, ചെലവിന് പണം വേണ്ടേ? ഭരണം കയ്യിലില്ലാത്ത ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പിരിക്കാൻ പറ്റത്തുള്ളൂ. BJP ചെന്ന് പറഞ്ഞ് പക്ഷം കളഞ്ഞിട്ട് വന്നാരാൻ പറഞ്ഞ്, അതായത് ജനപക്ഷമാണ്, 2 ചിറകും വെട്ടിക്കളഞ്ഞിട്ട് വരാൻ. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ലയിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ ജനപക്ഷം എന്നൊരു പാർട്ടി ജനിക്കുകയും ഇപ്പോൾ മരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരാണ്. അവന് ഞാനും മുന്നാളാ തമ്മിൽ ചേരില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും ഇന്ത്യയും പാകിസ്ഥാനാണെങ്കിൽ പിന്നെയും ചേരും, പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല, ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ നിന്ന് പാടിയാലുണ്ടല്ലോ, നാക്കി ഞാൻ പിഴുതെടുക്കും.